കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ പോകുന്നില്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ള പ്രതീക്ഷയെ വേണ്ട, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അടിസ്ഥാന ആശയത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന കക്ഷി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷി CPM എന്നൊക്കെ തോന്നുന്നത് നമ്മൾ കേരളീയരായതുകൊണ്ടാണ്. വേറെ എവിടെ ഈ സാധനം ഇല്ല. അവർക്ക് 3 മെമ്പർമാരാണ് ലോക്സഭയിലുള്ളത്. അത് ഒരാൾ കേരളത്തിൽ നിന്നാണ്, ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ്, വേറെ 2 ആൾ തമിഴ്നാട്ടിൽ നിന്നാണ്. ആ 2 ആളും കോൺഗ്രസിനും കൂടി വോട്ട് മേടിച്ച് ജയിച്ചതാണ്. അവരുടെ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിന് 3 മെമ്പർമാരാ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു മലബാർ പാർട്ടിയാണ്, കേരള പാർട്ടിയും കൂടിയല്ല. ഈ മലബാർ പാർട്ടിക്കുള്ള അവർക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു MP ഉണ്ട്, ഇവിടുന്ന് 2 MP-മാരുണ്ട്, അതവിടെ ഉണ്ടാവും. അപ്പോൾ CPM എന്ന് പറയുന്നത് അത്ര ചുരുങ്ങി. ഇനിയിപ്പം നമ്മുടെ AK ബാലൻ പറയും പോലെ ചിഹ്നം കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈനാം പേച്ചിയോ മരപ്പട്ടിയോ ചിഹ്നമാവുന്നു. ഭയങ്കര വർത്താനം ബാലൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ CPM-ൻ്റെ മുമ്പിൽ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ, അത് കേരളത്തിൽ ഭരണം നിലനിർത്താനാണ്. വേറെ ഒരു പ്രശ്നവും വാസുവിൽ അവർക്കില്ല. ആ ഭരണം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ, കോൺഗ്രസിനെ കേരളത്തിന് പുറത്ത് കോൺഗ്രസിനോട് ഒരു ഐത്യമില്ലല്ലോ. ഉണ്ടോ? ബംഗാളിലുണ്ടോ, ത്രിപുരയിലുണ്ടോ, തമിഴ്നാട്ടിലുണ്ടോ, UP-യിലുണ്ടോ? അവിടെ ഒന്നും പേരില്ല. ഡൽഹിയിൽ അവിടെ ഇവിടെ 10 ആളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു MLA-യോ ഒരു MP-യോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെ ഒരു കോർപ്പറേഷൻ മേയറോ ഒന്നും ഇല്ലാത്ത പാർട്ടിയായി പറയുന്നത്. അപ്പോൾ അവർക്ക് ഇന്ത്യ എന്താവും എന്നുള്ളതിനെ പറ്റി യാതൊരു കൺസേണും ഇല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പറ്റി ഞാൻ പറഞ്ഞു, കേരളത്തിനെ പറ്റിയല്ല. അവർക്ക് കേരളത്തിലെ ഭരണം നിലനിർത്തിയാൽ മാത്രം മതി. അതിനെന്താണോ വേണ്ടത് അതാ ചെയ്യുന്നത്. പക്ഷേ CPM പറയുന്നത് അവരാണ് BJP-യെ നേരിടുന്നത്. ഫാസിസത്തെ നേരിടാൻ CPM-നെ സാധിക്കൂ. ഇപ്പോൾ പൗരത്വ വിഷയത്തിലൊക്കെ വലിയ സെമിനാറുകളും വലിയ യോഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ ചോദിക്കുന്നത്, ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ട് എടുത്ത കേസ് പിൻവലിച്ചിട്ടില്ലല്ലോ. ഏതോ 10 പിൻവലിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7000-ത്തിലധികം കേസുകളുണ്ട് അല്ലേ? അതാലോചിച്ചാൽ മതി.